ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു തണ്ണിമത്തൻ വെച്ചിട്ട് ഒരു 3 ഡ്രിങ്ക് തയ്യാറാക്കിയാലോ. അതിന് ഞാൻ ദാ ഇവിടെ ഒരു 1/4 ഭാഗം തണ്ണിമത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു കുറച്ച് പുതിനയിലയും ഇട്ടിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3 ഏലക്ക, വലിയ ഏലക്കാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. ചെറുതായതുകൊണ്ട് ഞാൻ 3 ഏലക്ക ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ പഞ്ചസാരയ്ക്ക് പകരം തേനാണ് ഒഴിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ പിന്നെ അതിനകത്ത് പുതിനയിലയും ഇഞ്ചിയൊക്കെ ചേർത്തില്ലേ ഏലയ്ക്ക്, അപ്പോൾ അതിൻ്റെ ചെറിയ വേസ്റ്റ് കാണും. അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം. അതിനൊരു 1/4 ഭാഗം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരകളുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഒരു സർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് 7up ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സ്പ്രൈറ്റോ 7up ഏതാണെങ്കിലും ഒഴിക്കാം. എൻ്റെ 7up ഉള്ളതുകൊണ്ട് ഞാൻ 7up ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിടുക. അതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മളെ ജ്യൂസ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ജ്യൂസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ ജ്യൂസ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു 1/4 ഭാഗം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ ഇതിനക്ക് ക്രോസിനും നേരെ വെച്ച് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം തണ്ണിമത്തന് നല്ല മധുരമുള്ള തണ്ണിമത്തനാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല. പിന്നെ ഞാനൊരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പൂൺ വെച്ച് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഉടച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടെ, തോനെ ഒഴിക്കേണ്ട, കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് കലങ്ങി കിട്ടാൻ വേണ്ടി നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തണ്ണിമത്തൻ വെള്ളം എന്നാണ് പറയുന്നത്. ഇനി നമുക്കതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണ്ണിമത്തങ്ങ വെച്ചപ്പോൾ 3 വെറൈറ്റി ജ്യൂസുകൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.